ഹായ്, റെൻഡാംസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവന്റ്സിനെ പറ്റി പഠിക്കാനും കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഫ്ലോറൽ ബൊക്കറ്റ്സ് ആണ്. ആർട്ടിഫിഷ്യലായിട്ടും ഒറിജിനലായിട്ടും ഫ്ലോറൽ ബൊക്കറ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ എവിടേക്കും ഡെലിവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെന്റിനും അവൈലബിൾ ആണ് നിയർ ബൈ ആളുകൾക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇവന്റിന്റെ ഓഫീസ് അത്യാവശ്യം നല്ല ഫ്ലോറൽസ് വെച്ച് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങളുമായിട്ട് കൺസൾട്ട് ചെയ്യാം. ഞങ്ങളുടെ ഫ്ലോറൽ എംപയറിൽ പുതിയ ഓഫീസ് കസ്റ്റം മെയ്ഡ് ഓഫീസ് പോക്കറ്റ്സും അവൈലബിൾ ആണ്. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മുടെ കണ്ടന്റ് ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏതാണ് ഇവന്റ്സിൽ നല്ല മേഖല എന്നുള്ളതാണ്. നല്ല മേഖല എന്ന് പറയുമ്പോൾ പുതിയ ഒരാൾക്ക് വന്ന് ഇവന്റ് അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റിലേക്ക് പുതിയ ഒരാൾ കടന്നു വരുമ്പോൾ അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന മേഖല ഏതാണ്, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല ഏതാന്നുള്ളതാണ്. മേഖലയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, നമുക്ക് അറിയുന്ന പോലെ തന്നെ ഫുഡ് ആൻഡ് കാറ്ററിംഗ് മേഖലയാണ്. രണ്ട്, സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ മേഖലയാണ്. മൂന്ന്, ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല. നാല്, ഫുഡ് കാറ്ററിംഗ് സർവീസ് ആയിട്ടുള്ള മേഖല. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള സ്റ്റേജ് SFX ആയിട്ടുള്ള ഒരു മേഖല. ഇങ്ങനെ 5ഓളം മേജർ ഏരിയാസും അതുപോലെ തന്നെ ഡസൺ കണക്കിന് മൈനർ ആയിട്ടുള്ള ഒരുപാട് മേഖലകളും ഇവന്റ്സ് കാറ്റഗറിയിലുണ്ട്. അതായത് ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകൾ ഒരുപാട് മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഒരുമിച്ച് ആ ഇവന്റ് നല്ല രീതിക്ക് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴും അതിനുവേണ്ടി വർക്ക് ചെയ്യുമ്പോഴൊക്കെയാണല്ലോ ഓരോ ഇവന്റ്സും നമ്മളിപ്പോൾ ചെയ്തു പോകുന്ന പോലെ തന്നെ നല്ല വിജയമായിട്ട് മാറണം. ഇങ്ങനെ ചെയ്യുമ്പോൾ പുതുതായിട്ട് ഈ മേഖലയ്ക്ക് വരുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അയാള് കടന്നു വരുന്ന മേഖല ഏറ്റവും പ്രോഫിറ്റബിൾ ഏത് മേഖലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ. ആ മേഖലയെ നമ്മൾ എങ്ങനെ കാണുന്നോ, നമ്മൾ അതിനെ എങ്ങനെ പരിഗണിക്കുന്നോ അതനുസരിച്ചിരിക്കും അവിടെയുള്ള പ്രോഫിറ്റും അതുപോലെ തന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളും ഗ്രോത്തും. ഓരോ മേഖലയിലും കൺസിഡറബിൾ ആയിട്ടുള്ള ഗ്രോത്ത് കാഴ്ചവെച്ചാൽ അപ്ഡേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇന്ന് കേരളത്തിൽ ഇവന്റ് മാനേജ്മെന്റ് ഫേമിൽ ഒരാൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ അപ്ഡേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ തേടി പുതിയ പുതിയ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് വരുള്ളൂ. നിങ്ങൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വർക്ക് കിട്ടും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ആയിട്ട് ഉള്ള കസ്റ്റമേഴ്സിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആവണം. അപ്പോൾ ആദ്യത്തെ വിഷയം എന്താണ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ 5 മേഖലയിലും പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അവർക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഫുഡ് മേഖലയിലാണെങ്കിലും ഡെക്കറേഷൻ മേഖലയിലാണെങ്കിലും ഒക്കെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന, അവരുടെ ഇവന്റിനെ ഒരു ഡ്രീമായിട്ട് കാണുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പേയ്മെന്റ് തരാൻ കഴിയുന്ന ഒരുപാട് കൺസെപ്റ്റുകളുള്ള, അതുമൂലം നമുക്ക് നല്ലൊരു മാർജിൻ ഏൺ ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. വെദർ ദാറ്റ് ഈസ് ഒരു പ്രീമിയം കസ്റ്റമർ ആവണം എന്നില്ല. പൊട്ടൻഷ്യൽ കസ്റ്റമർ ഒരിക്കലും പ്രീമിയം കസ്റ്റമർ അല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മളെല്ലാവരുടെ അടുത്തുണ്ട്. വലിയ രീതിയിലുള്ള ഇവന്റ് അല്ലെങ്കിൽ വലിയ എമൗണ്ടിന്റെ ഇവന്റ് ചെയ്താലേ ലാഭമുള്ളൂ, ചെറിയ എമൗണ്ടിന്റെ ഇവന്റ്സിലൊന്നും ലാഭമില്ല, വളർച്ചയില്ല എന്നുള്ള ഒരു സോഷ്യൽ തോട്ട് ഉണ്ട്. അത് തെറ്റാണ്. എപ്പോഴും പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്രീമിയം കസ്റ്റമേഴ്സ് എന്നുള്ള ലെവലിലേക്ക് വരുന്നില്ല. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് 10,000 രൂപയാണ്. ആ 10,000 രൂപക്ക് ആ കസ്റ്റമറിന് ആ സാധനം അല്ലെങ്കിൽ ആ കസ്റ്റമറിന് ആ സംഭവം വാങ്ങാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പൊട്ടൻഷ്യൽ കസ്റ്റമറാണ്. പലപ്പോഴും 10,000 രൂപയുടെ അല്ലെങ്കിൽ വാല്യൂ തരുന്ന എൻ്റെ പ്രൊഡക്റ്റിനെ 8,000 രൂപക്കോ അല്ലെങ്കിൽ 7,000 രൂപക്കോ വാങ്ങാൻ ശ്രമിക്കുന്ന ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് ഏതൊക്കെ വഴിയിൽ റേറ്റ് കുറക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ റേറ്റ് കുറച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു കസ്റ്റമറിനെ നമുക്ക് ഒരു കസ്റ്റമർ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ നമ്മളിടുന്ന സാധനം വാങ്ങുന്നുണ്ട്. പക്ഷെ അതിനൊരു പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇതേ സെനാറിയോ തന്നെയാണ് ഇനി എൻ്റെ കയ്യിലുള്ളത് 1,00,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ 1,00,000 രൂപയുടെ പ്രൊഡക്റ്റ് നേരിട്ട് വാങ്ങാൻ കഴിയുന്ന ഒരു കസ്റ്റമറിനെ എനിക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് വിളിക്കാം. അപ്പോൾ ഇത് 10,000 ആയാലും 1,00,000 ആയാലും ഒക്കെ ഡിപ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രീമിയം കസ്റ്റമറിനെ ഒരിക്കലും പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് വിളിക്കാൻ കഴിയില്ല. നമുക്ക് എപ്പോഴും പൊട്ടൻഷ്യൽ കസ്റ്റമറാണ് നമ്മളെ ഗ്രോത്തിനെ തീരുമാനിക്കുന്നത്. നല്ല പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ഫേമായിട്ടുള്ള ഒക്കേഷൻ എംപയർ ആണെങ്കിലും റെൻഡാംസ് ആണെങ്കിലും ഒക്കെ നല്ല പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കൂടുതൽ വളരാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്നുള്ളത് മനസ്സിലായി. ഇനി ഫുഡിലേക്കും ഡെക്കറേഷനിലേക്കും ലൈറ്റ് ആൻഡ് സൗണ്ടിലേക്കും SFXിലേക്കും അല്ലെങ്കിൽ സർവീസ് മേഖലയിലേക്കും ഒക്കെ വരുമ്പോൾ ഈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ മേഖല തിരിച്ചിട്ട്
നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി ഫുഡ് ചെയ്യണവർക്ക് ഡെക്കറേഷൻ ചെയ്യാം, ഡെക്കറേഷൻ ചെയ്യണവർക്ക് ലൈറ്റ് ആൻഡ് സൗണ്ടിലേക്ക് മാറാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിന് താഴെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ആയുള്ള കമന്റ്സ് വേണം. നല്ല റീച്ച് കിട്ടിയാലേ ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ തരണം. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. താങ്ക് യു.